2017 ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ഗുരുതര ക്രമക്കേട് നടന്നെന്ന് ഹൈക്കോടതി. വിജിലൻസ് ഡയറക്ടർക്ക് പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നും SIT കോടതിയെ അറിയിച്ചു. കൊടിമരം പണിയാൻ ഒരു തരി സ്വർണം ഒരാളെന്ന് വാങ്ങിയിട്ടുമില്ല, അതൊട്ട് അവിടെ ഉപയോഗിച്ചിട്ടുമില്ല. അജയ് തറയിലിന്റെ വാദം തള്ളുന്നതാണ് കോടതി ഉത്തരവ്. കൊടിമര പുനഃപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് 6ഓളം പേർ സ്വർണം സംഭാവന ചെയ്തു. മഹസറിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവർ തിരികെ രസീത് നൽകിയിട്ടില്ല. ഇതുവഴി ദേവസ്വം ചട്ടം ലംഘിക്കപ്പെട്ടെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. സ്വർണം കൈപ്പറ്റിയതിലടക്കമാണ് വിജിലൻസ് സംഘത്തോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയത്. ദേവസ്വം ബോർഡ് എല്ലാ മഹസറുകളും കൈമാറണം. 1 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. സ്വർണ്ണക്കൊള്ളക്കേസിൽ ദ്വാരപാലക പാളികൾ വീണ്ടും പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് SIT. 12-ാം തീയതി സാമ്പിൾ ശേഖരിക്കും. നിലവിലുള്ള പ്രതികൾക്ക് പുറമെ 2 കേസുകളിലായി 3 പേരുടെ കൂടി പങ്ക് സ്ഥിരീകരിച്ചെന്ന് SIT കോടതിയിൽ അറിയിച്ചു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.